ജ്യോതിഷ് സമക്കയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും നമസ്കാരം. ഞാൻ വേണു തിരുമേനി. ഓം നമ ശിവായ. പുരുഹരണപുരേശൻ, സംസ്കൃതത്തിൽ ഏറ്റുമാനൂർ അറിയപ്പെടുന്നത് അങ്ങനെയാണ്. ഇന്ന് ഏറ്റുമാനൂർ തേവരുടെ ഏഴരപ്പൊന്നാന ദർശനവും ഏഴരപ്പൊന്നാന ആരൊക്കെയാണ് എന്നാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഏറ്റുമാനൂർ ഉത്സവത്തിൻ്റെ 8ാം ദിനമായ കുംഭമാസത്തിലെ രോഹിണി നക്ഷത്രത്തിൽ രാത്രി 12 മണിക്കാണ് ആസ്ഥാന മണ്ഡപത്തിൽ ഏറ്റുമാനൂർ തേവരെ ഏഴരപ്പൊന്നാനയിലിരുത്തി ദർശനവും വലിയ വിളക്കും നടക്കുക. വർഷത്തിൽ കുംഭമാസത്തിൽ മാത്രമാണ് ഏഴരപ്പൊന്നാനയെ പുറത്തെഴുന്നള്ളിപ്പിക്കുന്നത്. പ്ലാവിൻ തടിയിൽ തീർത്ത സ്വർണ്ണ അങ്കി അണിഞ്ഞ 8 ആനകളാണ്. 7 ആനയും പിന്നെ ഒരെണ്ണം ചെറുതുമാണ്. അതുകൊണ്ടാണ് 7 അര ആന എന്ന് പറയുന്നത്. ശ്രീപരമേശ്വരൻ ഇന്ദ്രദേവൻ്റെ ബ്രഹ്മഹത്യാപാപം തീർക്കുവാനായി കുംഭമാസത്തെ രോഹിണി നാളിൽ ശരഭേശ്വരഭാവത്തിൽ ദർശനമരുളി എന്നാണ്. സകല ദേവന്മാരും സന്നിഹിതരാകുന്ന മുഹൂർത്തത്തിൽ അഷ്ടദിഗ്ഗജങ്ങളാൽ ഭഗവാനെ തൊഴുത് വലിയ കാണിക്ക അർപ്പിക്കാനായി സ്വർണ്ണക്കുടത്തിലാണ് ആ സമയത്ത് കാണിക്ക അർപ്പിക്കുക. ഭക്തസഹസ്രങ്ങളാണ് ആ സമയത്ത് ഇവിടെ എത്തുന്നത്. ഏഴര പൊന്നാനകൾ അഷ്ടദിഗ്ഗജങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഐരാവതം, പുണ്ടരീകം, കൗമുദം, അഞ്ജന, പുഷ്പദന്തം, സുപ്രതീകം, സാർവഭൗമൻ, വാമനൻ എന്നിവയാണ് അഷ്ടദിഗ്ഗജങ്ങൾ. വാമനൻ ചെറുതാകയാൽ അര പൊന്നാനയാവുകയാണ്. ഏഴര പൊന്നാന ദർശനത്തിന് മുന്നോടിയായി തങ്കത്തിൽ തീർത്ത കുട തലേ ദിവസം തേവർക്ക് നടക്കുന്ന സേവയിൽ എഴുന്നള്ളിപ്പിക്കുക പതിവുണ്ട്. 8ഉം 10ഉം ഉത്സവ ദിനത്തിൽ മാത്രമാണ് ഏഴരപ്പൊന്നാനയെ പുറത്തെഴുന്നള്ളിപ്പിക്കുക. ആറാട്ട് ദിനത്തിൽ എതിരേൽപ്പിന് ഏഴരപ്പൊന്നാനയെ എഴുന്നള്ളിപ്പിക്കാറുണ്ട്. വർഷത്തിൽ വിഷു ദിവസം വിഷുക്കണിക്ക് ഏഴരയിൽ അരപ്പൊന്നാന, അതായത് വാമനനെ കണി വയ്ക്കുന്ന സമ്പ്രദായം ഏറ്റുമാനൂറുണ്ട്. ഇനി പുതിയൊരു എപ്പിസോഡിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം. വീഡിയോ കണ്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.